KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ മറ്റ് നേതാക്കൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെ അനുകൂലിക്കുന്നുണ്ട്. പാർട്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ അധ്യക്ഷനാക്കണം എന്നറിയിച്ചിരിക്കെ മല്ലികാർജ്ജുൻ ഖർഗെക്ക് മുല്ലപ്പള്ളി കത്ത് നൽകിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് പിന്തുണ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഖർഗെക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നോബൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നോബൽ പറഞ്ഞ കാര്യം ശരിയാണ് എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ. നോബലാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കെ സുധാകരനെ മാറ്റും എന്നും ദീപാദാസ് മുൻഷി കൊടുത്ത റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടും ഡൽഹിയിൽ നിന്ന് ലഭിച്ച സോഴ്സിന്റെ അടിസ്ഥാനത്തിലും നോബൽ മാരിക്കാരനാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് മറ്റു മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുത്തു. KPCCയുടെയും കോൺഗ്രസിലെയും നേതാക്കൾ അത് നിഷേധിച്ചു. പക്ഷേ ഈ ഘട്ടത്തിലും പല മുതിർന്ന നേതാക്കളും ഹൈക്കമാൻഡിന് കത്ത് കൊടുത്തിരിക്കുന്നത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ തലപ്പത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. നോബൽ മാരിക്കാരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, അങ്ങനെ നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. പല മുതിർന്ന നേതാക്കളും കെ സുധാകരനെ വളരെ മാന്യമായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അദ്ദേഹത്തിന് അപമാനമുണ്ടാക്കാത്ത തരത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മാറ്റണം, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ കണ്ടെത്തണം എന്നതാണോ മുല്ലപ്പള്ളിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്? പക്ഷേ ഇന്ന് മുല്ലപ്പള്ളി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, അല്ലേ? അരുൺ, ഇന്ന് വൈകിട്ടാണ് കേരളത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ദില്ലിയിൽ നടക്കുന്നത്. ആ യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കില്ല, മുൻ KPCC അധ്യക്ഷൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു കത്ത് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കൈമാറിയിരിക്കുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും നേതാക്കൾ പരസ്യമായി പ്രതികരണം നടത്തുന്നത് KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നില്ല, അത്തരം ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്നില്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ചർച്ചകൾ സജീവമായി തന്നെ കോൺഗ്രസിൽ ഉണ്ട് എന്ന് ഓരോ നിമിഷവും വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അയച്ചിരിക്കുന്ന കത്തിൽ വ്യക്തമാക്കുന്നത് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ PCC അധ്യക്ഷനാക്കണം എന്നുള്ളതാണ്. പ്രതിസന്ധി കാലത്ത് എല്ലാ വശങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നും മുല്ലപ്പള്ളി മല്ലികാർജ്ജുൻ ഖാർഗെയോട് വ്യക്തമാക്കുന്നു. ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനത്തെയും മുല്ലപ്പള്ളി പിന്തുണയ്ക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വവുമായി മുല്ലപ്പള്ളി അകന്നു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുല്ലപ്പള്ളിയെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയതിന് പിന്നാലെ അദ്ദേഹം കടുത്ത അതൃപ്തിയിലും പ്രത്യേകിച്ച് മലബാറിലെ ചില ജില്ലകൾ കേന്ദ്രീകരിച്ച് മാത്രവുമാണ് മുല്ലപ്പള്ളി പ്രവർത്തിച്ചു വരുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ യോഗം വിളിച്ചപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാർ കൂടി യോഗത്തിന് എത്തണം എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആ യോഗത്തിന് എത്തില്ല എന്ന് മുല്ലപ്പള്ളി അറിയിക്കുന്നു. പക്ഷേ തൻ്റെ നിലപാട് അത് പുതിയ അധ്യക്ഷനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകുന്ന ഒരു അധ്യക്ഷൻ, അതായത് നിലവിലത്തെ അധ്യക്ഷൻ അതിന് കഴിയുന്നില്ല എന്നൊരു സൂചനകൾ കൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായി വരും. പല തട്ടിലും പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ ഐക്യം ഇല്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലും നേതാക്കൾ വ്യക്തമാക്കിയതാണ്. അത് ഹൈക്കമാൻഡിന് മുന്നിൽ പല റിപ്പോർട്ടുകളായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി മുല്ലപ്പള്ളിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകുന്ന ഒരു അധ്യക്ഷനെ വേണം ഇനി കണ്ടെത്താൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും ദില്ലിയിൽ ഇന്നിപ്പോൾ പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, പക്ഷേ ഹൈക്കമാൻഡ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർച്ച് ആദ്യ വാരം തന്നെ പുതിയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നും നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും മുല്ലപ്പള്ളി അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ അടക്കം കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ രാവിലെ തന്നെ പല നേതാക്കളും ദീപാദാസ് മുൻഷിയെ കണ്ടപ്പോൾ ദീപാദാസ് മുൻഷിയോട് ഈ കെ സുധാകരനെ മാറ്റിക്കൊണ്ട് പുതിയ അധ്യക്ഷനെ വെക്കണം എന്ന അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. അതേ അഭിപ്രായം മുല്ലപ്പള്ളിയെ പോലുള്ള മുതിർന്ന നേതാക്കളും പങ്കുവയ്ക്കുന്നു, മുൻ KPCC അധ്യക്ഷനും പങ്കുവയ്ക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നോബൽ, ഇനി രസകരമായ ഒരു കാര്യം, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ MP മാരുണ്ട് എന്നുള്ളതാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട്, അതേപോലെ കെ സുധാകരനുമുണ്ട്, മുതിർന്ന KPCCയുടെ നേരത്തെയുള്ള അധ്യക്ഷന്മാരുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി VM സുധീരൻ സ്വാഭാവികമായും പാർട്ടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കണം എന്ന് വന്നാൽ VM സുധീരനെതിരെ എതിർക്കുമെന്ന് തോന്നുന്നില്ല. പിന്നീടുള്ളത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെയും കെ സുധാകരൻ്റെ അഭിപ്രായം മാറ്റിവെക്കൂ. MP മാരുടെ അഭിപ്രായത്തിനും പരിഗണന നൽകും. MP മാർക്കും ഇതേ അഭിപ്രായമാണുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അരുൺ, കേരളത്തിലെ MP മാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കമാൻഡ് നേതാക്കളുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ എടുത്തു പറയുന്ന നമ്മളിപ്പോഴും KPCC സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് പേരുകൾ, ഒന്ന് ബെന്നി ബെഹനാനും മറ്റൊന്ന് അടൂർ പ്രകാശുമാണ്. ഈ രണ്ട് നേതാക്കളും പ്രത്യേകം രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അവർ വ്യക്തമാക്കിയത്, അന്നത്തെ കൂടിക്കാഴ്ചയിലും MP മാർ വ്യക്തമാക്കിയത്, കേരളത്തിലൊരു പുനഃസംഘടന നടത്തുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നടത്തണം എന്നുള്ളതാണ്. കാരണം അത്ര മോശം അവസ്ഥയിലാണ് സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പല കാരണങ്ങൾ, അതായത് കെ സുധാകരനോടുള്ള ഇവരുടെ
പാർട്ടിയുടെ എതിർപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമായിട്ടല്ല ഇവർ വിവരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പല പരിമിതികളും ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം അമേരിക്കയിൽ പോയൊക്കെ ചികിത്സ തേടിയതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണെങ്കിലും അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സജീവമായി തന്നെ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി പുതിയൊരു അധ്യക്ഷനെ വെച്ചില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറെ നിർണായകമായതാണ്. ഒരു പക്ഷേ നമ്മൾ ഒരു വാക്കായി പറയുകയാണെങ്കിൽ വരുന്ന ഫൈനലിന് മുന്നിലുള്ള സെമി ഫൈനൽ പോരാട്ടമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. നിലവിലത്തെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ പാർട്ടി വിജയിച്ച് നിൽക്കുന്നു. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സാധ്യതകൾ വീണ്ടും മങ്ങുകയാണ്. മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ആഘാതം ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് MPമാർക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും കൃത്യമായ ധാരണയുണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുമ്പോൾ അത് പുതിയ നേതൃത്വത്തെ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന ഉദ്ദേശം നേതാക്കൾ ഹൈക്കമാൻഡ് അറിയിക്കുന്നത്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഭൂരിഭാഗം MPമാർക്കും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MPമാർക്ക് ഇതേ നിലപാടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഉൾപ്പെടെ തീരുമാനം ഏറെ നിർണായകമാകുന്ന ഒരു സമയം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം വയനാട്ടിൽ നിന്നുള്ള MP കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി MP ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടി സംസ്ഥാനത്ത് അധികാരത്തിൽ കോൺഗ്രസ് എത്തേണ്ടത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. സംസ്ഥാനം ഇനിയിപ്പോൾ ദില്ലിയിൽ നേരത്തെ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഉണ്ടായില്ല. മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഉണ്ടായില്ല. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളവും മറ്റൊന്ന് അസമുമാണ്. സ്വാഭാവികമായും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായി. പുതിയ അധ്യക്ഷനെ വെച്ച് DCCകൾ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ പാർട്ടി ഒരു തലത്തിലും ഇനി നിലം തൊടില്ല എന്നൊരു നിലപാട് MPമാർക്ക് തന്നെയുണ്ട്. ആ നിലപാട് അവർ കൃത്യമായി തന്നെ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർണായകമായ യോഗത്തിൽ ആ തീരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. നിലവിൽ MPമാർക്കും ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പോക്കിനോട് അത്ര യോജിപ്പില്ല എന്നാണ് അവരത് അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. ദീപദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ നേരത്തെ നോബൽ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ കൃത്യമായി കേരളത്തിലെ നേതാക്കൾക്കിടയിലുള്ള ഈ അനൈക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അനൈക്യത്തെ മറികടക്കണമെങ്കിൽ ഒരു പൊതുസമ്മതനായ നേതാവ് കൂടി എത്തണം. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ ആവണമെന്നൊന്നുമില്ല. പാർട്ടിയുടെ സംഘടനാ മെഷീനറിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. ഡേ ടു ഡേ ഓരോ ദിവസവും പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന, ഓരോ ആഴ്ചയിലും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പാർട്ടി ഘടകങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന, ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന, അങ്ങനെ നിരന്തരം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ തലപ്പത്ത് കൊണ്ടുവരണം. കെ സുധാകരന് പറ്റിയ ആളാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത് വളരെ അനാരോഗ്യകരമായ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി. അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ ഒത്ത എതിരാളി എന്ന നിലയിലാണ് വന്നതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിണറായിക്കെതിരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു എതിരാളിയല്ല ആവശ്യം. പകരം CPM എന്ന് പറയുന്നൊരു പാർട്ടി, ഒരു സംഘടന വലിയ കെട്ടുറപ്പോടുകൂടി മറുഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ നേരിടാൻ കഴിയുന്ന പാർട്ടിയെ സജ്ജമാക്കേണ്ടതുണ്ട്. ബൂത്ത് തലം മുതൽ, മണ്ഡലം കമ്മിറ്റി മുതൽ അങ്ങ് മുകൾ തട്ടിൽ ജില്ലാ അധ്യക്ഷന്മാരിൽ വരെ ആ മാറ്റമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 9 DCC അധ്യക്ഷന്മാരെ മാറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ എറണാകുളത്ത് മാറില്ല, കണ്ണൂരിൽ മാറില്ല, കോഴിക്കോട് മാറില്ല, മലപ്പുറം മാറില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൃശ്ശൂരും മാറാനുള്ള സാധ്യതയില്ല. അടുത്തിടെയാണ് DCC അധ്യക്ഷൻ വന്നത്. ബാക്കി 9 ഇടങ്ങളിലെയും DCC അധ്യക്ഷന്മാരെയും മാറ്റി സമ്പൂർണ്ണമായൊരു മുഖം മിനിക്കലിലാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത്. അതേസമയം കെ സുധാകരന് വളരെ മാന്യമായ ഒരു പദവി നൽകി അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യും എന്നതാണ് നമ്മൾ അറിയുന്നതും. എങ്ങനെയാണോ ശശി തരൂരിന് ഇപ്പോൾ ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം കൊടുത്ത വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ ആ തീരുമാനമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അപമാനിച്ചിറക്കി വിടുന്നതിൽ പാർട്ടിക്ക് താല്പര്യമില്ല. എല്ലാ നേതാക്കളും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് കെ സുധാകരന് മാന്യമായ പദവി നൽകി അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പകരം ആ ചുമതല മറ്റൊരാൾക്ക് കൊടുക്കണം. അത് അടൂർ പ്രകാശിന്റെ പേരാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബെന്നി ബെഹനാന്റെ പേര് കേൾക്കുന്നു, ആന്റോ ആന്റണിയുടെ പേര് കേട്ടു, റോജി എം ജോണിന്റെ പേര് കേട്ടു. അതൊക്കെ ഇന്നത്തെ പാർട്ടിയുടെ യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. എന്നാലും നോബൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ ഇപ്പോൾ ഇതാ വളരെ ശ്രദ്ധേയമായ ഒരു നീക്കം കൂടി. മുല്ലപ്പള്ളി രാമചന്ദ്രനും യെസ് പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരനെ മാറ്റുന്നതിൽ.